വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഇന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ നെതറിലോട്ടൊന്നും പോകാൻ പോകുന്നില്ല. ജസ്റ്റ് ആ പോർട്ടൽ ഉണ്ടാക്കണം. ആ ഒരു പോർട്ടലിന് എന്തെങ്കിലുമൊക്കെ ഡിസൈനും കൂടി കൊടുക്കണം. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പൊ എന്തായാലും ഒരുപാടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ നമ്മുടെ ആ ഒരു മൈനിങ് ഏരിയയിലുള്ള ആ ഒരു ലാവ പൂളി നല്ല നമ്മൾ ലാവ എടുത്ത് ഒബ്സീഡൻ ആക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു റൂവിൻഡ് ബോട്ടിലുണ്ട്. അതാണെങ്കിൽ നല്ല വലിയൊരു റൂവിൻഡ് ബോട്ടിലാണ്. അവിടെ നിന്ന് ആ ഒരു ഒബ്സീഡിനും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു പോർട്ടൽ ഉണ്ടാക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന. ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് ആ ഒരു റൂവിൻഡ് പോർട്ടലിലോട്ടാണ്. ഞാൻ ആ ഒരു റൂവിൻഡ് പോർട്ടൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഡാർക്ക് ഓക്ക് ബയോമിലോട്ട് പോയ ആ ഒരു റൂട്ടിലായിരുന്നു ആ ഒരു റൂവിൻഡ് പോർട്ടൽ ഇരുന്നത്. നമ്മുടെ ബേസിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, അതിന്റെ കോർഡിനേറ്റ്സ്. ഇനിയിപ്പോൾ എന്തായാലും അത് തപ്പിപ്പോവാ. അതിനു മുമ്പായിട്ട് എനിക്ക് ആ സ്പോണിന്റെ അങ്ങോട്ടൊന്ന് പോകണം. കാര്യം ആ സ്പോണിന്റെ അവിടെ നിന്നാണ് ആ ഒരു കറക്റ്റ് ഡയറക്ഷൻ എനിക്ക് അറിയാവുന്നത്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോർഡിനേറ്റ്സും കാര്യങ്ങളും നോക്കി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ സ്പോണിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടും ഞാൻ എങ്ങോട്ടാണ് പോയെന്ന്. അപ്പം അതുകൊണ്ട് ആദ്യം സ്പോണിലോട്ട് പോയിട്ട് ഇതേപോലെ തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. ഓക്കെ, നമ്മുടെ സ്പോണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്കല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയോ വലിയൊരു മലയുണ്ട്. ആ ഒരു വലിയ മലയിലായിട്ട് ഒരു വില്ലേജും കൂടിയുണ്ട്. ആ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സിമ്പിൾ ആയിരിക്കും. അതേ ഉണ്ട്, ആ മലയാണെന്ന് തോന്നുന്നു. ഞാൻ ആ പറഞ്ഞ മല, ആ കാണുന്ന മലയാണെന്ന് തോന്നുന്നു. ഞാൻ ആ പറഞ്ഞ മല ഇതല്ല ഗൂയ്സ്. ഇവമേ, ഞാൻ വേറെ എങ്ങോട്ടൊക്കെ എത്തി കേട്ടാ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാനിപ്പോ സ്പോണിൽ പോയാലും എനിക്ക് ആ പോർട്ടലിലോട്ടുള്ള ആ ഒരു ഡയറക്ഷൻ മനസ്സിലാവൂല. എന്തായാലും ഇനിയിപ്പോ ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ അടുത്തെങ്ങാനും വല്ല ലാവാപ്പൂളും ഉണ്ടാന്ന് നോക്കാം. കേവിന്റെ അകത്ത് കയറി ലാവാപ്പൂള് തപ്പുന്ന പണി ഞാൻ നിർത്തി. കാര്യം ഒന്നാമത് ഡയമണ്ട് ആർമർ ഒന്നും അല്ല, അയൺ ആർമറാണ്. എന്റെ ഒരു നേച്ചർ വെച്ചാണെങ്കിൽ ഞാൻ അടി വാങ്ങിച്ചു കൂട്ടും, ചാവുകയും ചെയ്യും. പിന്നെ അയൺ ആർമർ പോലും കാണൂല. നമ്മുടെ ഇനി ഒരൊറ്റ പീസ് അയൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അയൺ ആർമർ എന്ന് പറയുന്ന കാര്യം നമുക്ക് പിന്നെ സ്വപ്നത്തിൽ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വല്ല ലാവാ പൂളും എല്ലാം കിട്ടുവാന്ന് നോക്കാം. അതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു വഴി. അതായിരിക്കും സേഫ്. കിട്ടി, വില്ലേജ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ദേണ്ട് വില്ലേജ് അവിടെ ഉണ്ട്, വില്ലേജ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വലിയൊരു മല കണ്ട, അതിന്റെ മുകളിലായിട്ട് ആ ഒരു വില്ലേജിന്റെ മറ്റേ ലാമ്പ് ഇരിക്കുന്നുണ്ട. എനിക്കറിയാം. ഞാൻ നിങ്ങളെ പറ്റിച്ചല്ലേ. എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ആ ഒരു വില്ലേജ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആ ചെസ്റ്റ് ആ ഐലൻഡിലായിട്ട് വരും. ഒന്ന് പോയി നോക്കട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ തന്നെ ആ ഒരു ചെസ്റ്റ് കാണണം. അവിടെ ആ ചെസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി വഴി എനിക്കറിയാം. ഇവിടെ തന്നെ ആയിരുന്നു ആ ചെസ്റ്റ്. ഞാൻ ഇപ്പൊ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിപ്പുണ്ട്. പിന്നൊരു കാര്യം, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രാഫ്റ്റിംഗ് ടേബിള്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വേൾഡ് എൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലാണ് ഇനി പോകാനുള്ളത്. ഈ ഒരു ഡയറക്ഷൻ നേരെ അങ്ങ് പോയാൽ മതി. നമ്മളൊരു സ്പ്രൂസ് ബയോമിലോട്ടായിരിക്കും എത്തുന്നത്. അറിയാൻ പാടില്ല. സ്പ്രൂസ് ബയോമിലോട്ടായിരിക്കണം എത്തേണ്ടത്. എന്തായാലും നോക്കാം അങ്ങോട്ട് തന്നെ എത്തുമോന്ന്. ഓക്കെ, നമ്മളങ്ങനെ ആ ഒരു സ്പ്രൂസ് ബയോമിൽ എത്തിയിട്ടുണ്ട്. കണ്ട, എനിക്ക് വഴിയൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു റിവറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു റിവറിൽ നിന്ന് നമ്മൾ ഈ ഒരു ഡയറക്ഷനാണ് പോവേണ്ടത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും പോയി നോക്കാം. കിട്ടും. ശുഭപ്രതീക്ഷ 100% വിജയം കിട്ടുമായിരിക്കും. എനിക്കറിയാലോ. കണ്ട, റൂവിൻഡ് ബോട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. വലിയ റൂവിൻഡ് ബോട്ടിലാണ്, അത്യാവശ്യം വലുതാണ്. എനിക്ക് വഴിയൊക്കെ നല്ല ഓർമ്മയുണ്ട്. എനിക്കങ്ങനെ മറവിയൊന്നും ബാധിച്ചിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് വഴിയൊക്കെ. എന്തായാലും ഇവിടെ ഉള്ള ഈ ഒരു ലാവയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സീഡിയൻ ആക്കിയേക്കാം. അല്ലെ പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ ആ ലാവയിൽ പോയി ചാടും. ഇതിന്റെ അകത്ത് കുറെ അയൺ നഗട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഫ്ലിന്റ്, പിന്നെ ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീല്. എന്തായാലും ഫ്ലിന്റ് ആൻഡ് സ്റ്റീല് കിട്ടിയത് നന്നായി. അതിനു വേണ്ടി ഇനി അയൺ പൊട്ടിക്കണ്ട. എന്തായാലും ഇനി പതിയെ ഇരുന്ന് പൊട്ടിച്ച് ഈ ഒരു റൂവിൻഡ് പോർട്ടലില് ബാക്കി ഇനി ഈ ഒരു ക്രൈയിങ് ഒബ്സിഡിയൻ മാത്രമാക്കാം. അപ്പൊ ഇത് ഫുള്ളും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഏറെക്കുറെ എല്ലാ ഒബ്സിഡിയനും എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ മൊത്തവും 30 ഒബ്സിഡിയൻ ഇരിപ്പുണ്ട്.
അമ്പോ, ഈ ഒരൊറ്റ പോർട്ടലിൽ നിന്ന് എനിക്ക് കിട്ടിയത് 30 ഒബ്സിഡിയൻ ആണ്. ഇനി എന്തായാലും നമുക്ക് പതിയെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. എന്തായാലും ഇവിടെയുള്ള കോള് മാക്സിമം എടുത്തേക്കാം. അയണ് തപ്പി വന്നിട്ട് നമുക്ക് കിട്ടിയ മൊത്തവും കോളാണ്. കോളെങ്കിൽ കോള് എല്ലാം എടുത്തേക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു സ്റ്റേക്ക് കോളായിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയെന്ന് തോന്നുന്നു. നമുക്കിനി പതിയെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. ഇനി ആ പോർട്ടൽ ഉണ്ടാക്കണം, പോർട്ടലിന് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കണം, എന്തൊക്കെ പണിയാണ് ഇനി കിടക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. വീടിന്റെ കോർഡിനേറ്റ്സ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ആവേണ്ടത് പ്ലസ് ആയിരുന്നു ആവേണ്ടത്. ഞാൻ എന്തായാലും തിരിച്ച് അതേപോലെ തന്നെ ഓടിയേക്കാം. അപ്പൊ ഇനി വീട്ടിൽ വല്ല എത്തുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കുറെ നേരം കിടന്ന് ഓടി ഓടി അവസാനം നമ്മൾ നമ്മുടെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ വീടായോണ്ട് പറയുമല്ല, ഭയങ്കര ഭംഗിയാണ് ലോഗിൽ നിന്നൊക്കെ നോക്കുമ്പോൾ. കണ്ടാ, കാര്യം ഒരു ചെറിയൊരു വീടാണെങ്കിലുണ്ടല്ലോ നല്ല രസമാണ് കാണാൻ. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ നിങ്ങളൊന്ന് നോക്കിയേ, ആ ഒരു 2 കണ്ണും പിന്നെ ഒരു മൂക്കും പിന്നെ ഒരു വായും. ഇതിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വില്ലേജറും കൂടെ ഉണ്ട്. വില്ലേജറിന്റെ 2 കണ്ണും അവന്റെ വലിയ മൂക്കും. എനിക്കെന്താ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. വില്ലേജറിനെയാണ് എനിക്ക് ആ സൈഡ് ഭാഗം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും ഒബ്സിഡിയൻ കളക്ട് ചെയ്യാന്നുള്ള ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പോർട്ടൽ ഉണ്ടാക്കണം. ആ ഒരു പോർട്ടലിന് ഡിസൈനും കൊടുക്കണം. പക്ഷെ ആ പോർട്ടൽ എവിടെ ഉണ്ടാക്കണം, അതാണ് അടുത്ത വള്ളി. നമ്മുടെ വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഓടി വരേണ്ടി വരും. അത് വേണ്ട, നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഓടി ഇറങ്ങി കയറാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാക്കാം. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ തന്നെ ഉണ്ടാക്കാം. ഇവിടെ ആയിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഇതിപ്പോ എവിടെ വെക്കണമെന്ന് നല്ലൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. പോർട്ടലിന്റെ കാര്യത്തിൽ സാധാരണ എനിക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ വരാത്തതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് എന്തായാലും പോർട്ടൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ സ്വന്തമായിട്ട് പറയും, അതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ആ ഒരു പോർട്ടൽ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് തന്നെ ആ ഒരു പോർട്ടൽ ഉണ്ടാക്കാം. അതിന് മുമ്പായിട്ട് നൈറ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. നൈറ്റായി. എന്തേലും ചെയ്യാനിരിക്കുമ്പോ അപ്പൊ തന്നെ നൈറ്റ് ആയിക്കോളും. 1 2 3 എന്നിട്ട് ഇതിന്റെ മുകളില് ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ ഒന്ന് 1 2 ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ബെഡ് വെച്ച് MLG. ഇതാണ് നമ്മുടെ പോർട്ടല്. അയ്യോ, ഇത് ലേറ്റ് അപ്പ് ആവാൻ നോക്കട്ടെ ആദ്യം. ഇത് ഫിഷിംഗ് റോഡൊക്കെ ആയിട്ട് സോംബി വരുന്നു. ഏതല്ലേ അതുകൊണ്ടല്ലോ. എടാ, അവനാ ഫിഷിംഗ് റോഡ് തന്നില്ല ഏട്ടാ. പക്ഷെ ബോസിന് ഫിഷിംഗ് റോഡ് കിട്ടുമെന്നും പറഞ്ഞ് ഒന്നും തന്നില്ല. ലേറ്റ് അപ്പ് ആവുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങ് അണച്ചിട്ടേക്കാം. എന്നിട്ട് എല്ലാം ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒഫീഷ്യലായിട്ട് ഈ ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്യാം. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വള്ളി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഞാനൊരു മരത്തിന്റെ മോഡലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തേലുമൊക്കെ ചെയ്താൽ എന്തേലുമൊക്കെ കിട്ടുമെന്നല്ലേ. നമുക്ക് എന്തേലുമൊക്കെ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ വെച്ച ബ്ലോക്ക് ഞാൻ തന്നെ പൊട്ടിച്ചോണ്ടിരിക്കും നല്ലൊരു രീതിയിൽ എത്തുന്ന വരെ. അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെയും കുറച്ചധികം നേരത്തിന് ശേഷം നമ്മൾ ആ ഒരു പോർട്ടലിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പോർട്ടല്. എന്തല്ലേ എന്റെ ഓരോരോ ക്രിയേറ്റിവിറ്റികളെ, എനിക്ക് വയ്യ. ഇത് കുറച്ച് ഓവറായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം മുകളിലുള്ള ഇലയൊക്കെ കുറച്ച് ഓവറായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരു പോർട്ടലും കൂടി ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആയിട്ട് ചെറിയൊരു മരം നിൽക്കുന്ന, ആ ഒരു മരത്തിന് നടുക്കായിട്ട് ഒരു കുഞ്ഞു പോർട്ടല്, അങ്ങനെ തോന്നത്തുള്ളു. ആരാണേലും അങ്ങനെ തോന്നിയില്ലെങ്കിലും തോന്നി തന്നെ പറയാവുള്ളു. നിക്കണം. ഒരെണ്ണം കിട്ടിയ 2 ട്രൈഡന്റ് കിട്ടിയ ട്രൈഡന്റ് എന്തോ ഇവന്മാര് തരാത്ത. എനിക്ക് ആ പാടെ ഒരൊറ്റ ട്രൈഡന്റ് കിട്ടുള്ളൂ. എന്റെ മറ്റേ വേൾഡിലാണെങ്കിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ എനിക്ക് ട്രൈഡന്റ് തന്നേനെ. ഇതിന്റെ അകത്ത് ആരും എനിക്ക് തരുന്നില്ല ട്രൈഡന്റ്. ഇവിടെ കുറച്ചും കൂടി പച്ചപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു വള്ളിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂക്കിയിടായിരുന്നു. ഞാൻ എന്തായാലും ഇനി ഷീൽഡ്സ് ഒന്നും ഉണ്ടാക്കാനുള്ള അയണും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല.
ഒരൊറ്റ പീസ് അയൺ പോലും എൻ്റെ കയ്യിൽ ബാക്കിയില്ല. ഇനി ബാക്കിയുള്ളത് 4 ഡയമണ്ട് മാത്രമാണ്. അയൺ ഇല്ല, ഡയമണ്ട് ഉണ്ട്. എന്തൊരവസ്ഥ നോക്കി. ആ ഒരു അയൺ. ദേ ഇരിക്കുന്നു. ഐശ്വരി ഇവിടെ ഒളിച്ചിരിക്കുക. അപ്പൊ നമുക്ക് നേരെ ഒരു ഷീർ ഉണ്ടാക്കുക. എന്നിട്ട് നേരെ പോയി കുറച്ചാല് വള്ളിയും കൂടി വെട്ടിക്കൊണ്ട് വരാം. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇപ്പുറത്തോട്ട് വന്ന് ഇവിടെ 2, പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെയും കൂടി ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പോർട്ടലിന്റെ പണി കഴിഞ്ഞ്. ഞാൻ എന്തോ കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നില്ല. എന്തായാലും വന്ന പോലെ അങ്ങ് നമുക്ക് ഉദ്ദേശിച്ചേക്കാം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഒരു വേൾഡിൽ മെയിനായിട്ട് ഫുഡ് സോഴ്സ് പോലും ഇല്ല. അതിനി എന്തെങ്കിലും ചെയ്യണം. എന്തൊരു കഷ്ടമാണ് എന്റെ കാര്യം. ഒരു ചെറിയൊരു മരം ഇരിക്കുന്നു, മരത്തിന് നടുക്കൊരു പോർട്ടൽ, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പാത്ത് ഉണ്ടാക്കണം. നമ്മൾ കുറെ പ്രാവശ്യം പോയി വന്ന് നിന്ന പോലെ ഇങ്ങനെ ഈ ഒരു പാത്ത് വന്ന് നമ്മുടെ ഈ ഒരു പോർട്ടലിലോട്ട് കണക്ട് ആവണം. ഇപ്പൊ കണ്ട നമ്മൾ എന്നും അങ്ങോട്ട് പോയി വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലില്ലേ? അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ പുതിയ പോർട്ടല്. കൂടിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർട്ടൽ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. അല്ലാതെ ഈ ഒരു പോർട്ടൽ പൊട്ടിച്ചു മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഹോം ഐലൻഡ്. ഈ ഒരു ഐലൻഡിൽ തന്നെ ഈ ഒരു പോർട്ടലുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ ഏതൊക്കെ പോർട്ടൽ വെച്ചാലും അതെല്ലാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ വീടിരിക്കുന്ന ഈ ഒരു സ്ഥലവും. നമ്മളിനി ഏതൊക്കെ വീടുണ്ടാക്കിയാലും അതെല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് വേൾഡിൽ കുറേ പരിപാടി കിടക്കുന്നു. മെയിനായിട്ടും ഫുഡ് പോലും ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ പതിന് സെറ്റ് ആക്കണം. ഈ ഒരു ഫുഡ് ഒരു ഫാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫാം ലാൻഡ് ഉണ്ടാക്കണോ അതോ നമ്മുടെ ഈ ഒരു ഹോം ഐലൻഡ് ഉണ്ടാക്കിയാൽ മതിയോ എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അതെന്തായാലും നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.